നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തയ്യാറാക്കുന്നത് വീടുകളിൽ അധികം ആളുകൾ തയ്യാറാക്കാത്തതും എന്നാൽ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള കടായി ചിക്കനാണ്. നെയ്ച്ചോറിൻ്റെയും പൊറോട്ടയുടെയും ഒക്കെ സെർവ് ചെയ്യാനായിട്ട് നല്ലൊരു കോമ്പിനേഷനാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഉടനെ തന്നെ റെസിപ്പി കാണാം. സ്പൈസസ് എല്ലാം ഒന്ന് വറുത്ത് പൊടിച്ചെടുത്ത് കടായി മസാല തയ്യാറാക്കിയാണ് സാധാരണയായി കടായി ചിക്കൻ തയ്യാറാക്കിയെടുക്കുന്നത്. എന്നാൽ നമുക്കിന്ന് മസാലപ്പൊടികൾ ഉപയോഗിച്ച് കുറഞ്ഞ ചേരുവകൾ കൊണ്ട് എങ്ങനെ നല്ലൊരു കടായി ചിക്കൻ തയ്യാറാക്കിയെടുക്കാമെന്ന് കാണാം. ആദ്യം തന്നെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് 1 കിലോ ചിക്കൻ മീഡിയം പീസായി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ നിറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1.5 ടേബിൾ സ്പൂൺ വിനാഗിരിയും ചേർക്കുന്നുണ്ട്. വിനാഗിരിക്ക് പകരം ചെറിയൊരു നാരങ്ങയുടെ നീര് ചേർത്താലും മതിയാവും. കൂടെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/3 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് എല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. കൂടുതൽ സമയം ഉണ്ടെങ്കിൽ 1 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെക്കുന്നത് കൂടുതൽ നല്ലതായിരിക്കും. ചിക്കൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ മീഡിയം സൈസുള്ളൊരു ക്യാപ്സിക്കം ക്യൂബ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കാം. കൂടെ തന്നെ ചെറിയൊരു സവാളയും ക്യൂബ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് പെറ്റൽസ് എല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ 2 വലിയ തക്കാളി വെള്ളത്തിലിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊന്ന് ഒഴിവാക്കിയിട്ട് മിക്സിയിലിട്ട് വെള്ളം ചേർക്കാതെ പേസ്റ്റ് പോലെ നരച്ചെടുക്കണം. തക്കാളി മുങ്ങിക്കിടക്കും വിധം വെള്ളത്തിലിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് ഏകദേശം 3 മിനിറ്റ് കൊണ്ട് തക്കാളി ഇതുപോലെ ഒന്ന് വെന്ത് കിട്ടിക്കോളും. ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടിപ്പോൾ ഏകദേശം അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവിലേക്ക് ചൂട് കട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുമ്പായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും സവാളയും ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഫ്ലെയിം കുറച്ചൊന്ന് കൂട്ടി വെച്ച് ഏകദേശം 2 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് ആവശ്യത്തിനൊന്ന് വെന്ത് കിട്ടിക്കോളും. ഒരുപാട് വെന്തുടയാതെ പുറം മാത്രം ഒന്ന് വാടിക്കിട്ടുമ്പോൾ തന്നെ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതേ പാത്രത്തിലേക്ക് തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടായി കിട്ടിയാൽ ചിക്കൻ കഷ്ണങ്ങളെല്ലാം ഇതുപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം. 2 ബാച്ചായിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഫ്ലെയിം കുറച്ചൊന്ന് കൂട്ടി വെച്ച് ആദ്യത്തെ 3-4 മിനിറ്റിനുള്ളിൽ തന്നെ ഒരു സൈഡ് നന്നായി ഒന്ന് ഫ്രൈ ആയി കിട്ടിക്കോളും. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കുറഞ്ഞ ഓയിൽ ഉപയോഗിച്ച് ഫ്രൈ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളിതുപോലെ തിരിച്ചിട്ട് കൊടുക്കുന്നത്. കൂടുതൽ ഓയിലിൽ ഡീപ് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതുപോലെ തിരിച്ചിടേണ്ട ആവശ്യമില്ല. ആവശ്യത്തിനൊന്ന് സോഫ്റ്റായി ഫ്രൈ ആയി കിട്ടിയാൽ ഓയിലിൽ നിന്നും കോരി മാറ്റാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ചിക്കൻ മറിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും 3 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ സൈഡും ഒരേപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി വെച്ച് 2-3 മിനിറ്റ് കൂടി എല്ലാം ഒന്ന് തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കനെല്ലാം ഇവിടെ ആവശ്യത്തിന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ഡ്രൈ ആവേണ്ട ആവശ്യമില്ല, ഒന്ന് സോഫ്റ്റായിട്ട് ഫ്രൈ ആയി കിട്ടിയാൽ മതിയാവും. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കി ചിക്കൻ കൂടി ഇതേ ഓയിലിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടായി ചിക്കൻ തയ്യാറാക്കി എടുക്കാനായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാനെടുത്ത വെളിച്ചെണ്ണയിൽ നിന്നും ചിക്കൻ്റെ പൊടിയെല്ലാം ഒന്ന് മാറ്റിയെടുത്തിട്ട് ഇതിലേക്ക് 2 വലിയ സവാള കനം കുറച്ചരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ട് കൂടെ തന്നെ സവാള പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടാനായിട്ട് മസാലയിലേക്കുള്ള 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് 3-4 മിനിറ്റ് നന്നായി ഒന്ന് വഴറ്റി സവാളയുടെ കളർന്ന് മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ നിറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ 1 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 4 വലിയ പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും 1 ടീസ്പൂൺ വീതം മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് മൂന്നും ചേർത്തിട്ട് ഒരു 30 സെക്കൻഡ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റ് ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് 1-2 മിനിറ്റ് നന്നായി ഒന്ന് വഴറ്റി തക്കാളിയിലെ വെള്ളം ഒന്ന് വറ്റി ഗ്രേവി ഒന്ന് കുറുതായി കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അവസാനമായിട്ട് 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് 1-2 മിനിറ്റ് മസാലകളുടെ എല്ലാം പച്ചമണം മാറാനായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ചിക്കൻ മസാല പൗഡർ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ സമയം 1 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ ചേർക്കാവുന്നതാണ്. അത് ഓപ്ഷണലാണ്, നിർബന്ധമില്ല. മസാലകളുടെ എല്ലാം പച്ചമണം മാറിക്കിട്ടിയാൽ ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ചേർത്തിട്ട് മസാലയെല്ലാം ചിക്കൻ്റെ എല്ലായിടത്തേക്കും ഒരേപോലെ ആകത്തക്ക വിധത്തിൽ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എല്ലാം നന്നായി ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം 2 മിനിറ്റ് കൂടി മൂടി തുറന്നു വെച്ച് തന്നെ ചിക്കൻ ഇതുപോലെ ഒന്ന് ഇളക്കി വേവിച്ചെടുക്കാം. ഇനി നമുക്ക് മസാലയെല്ലാം ചിക്കനിലേക്ക് ഒന്ന് പിടിച്ചു കിട്ടാനായിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി വെച്ച് ഒരു 3-4 മിനിറ്റ് കൂടി ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇവിടെ ഇപ്പോൾ ഏകദേശം 4 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് മൂടി തുറന്ന് ചിക്കനെല്ലാം ഒന്ന് പതുക്കെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും സവാളയും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർക്കുന്നുണ്ട്. ടൊമാറ്റോ സോസിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് 1-2 ടേബിൾ സ്പൂൺ കൂടി അധികം ചേർക്കാവുന്നതാണ്.
സോസ് ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് സോസെല്ലാം ചിക്കൻ്റെ എല്ലായിടത്തേക്കും ഒരേപോലെ അകത്തക്ക വിധത്തിൽ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും 1-2 മിനിറ്റ് കൂടി പാത്രത്തിൻ്റെ ചൂടിൽ തന്നെ ചിക്കനിലേക്ക് സോസെല്ലാം ഒന്ന് പിടിച്ച് കിട്ടാനായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കടായി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നെയ്ച്ചോറിൻ്റെയും പൊറോട്ടയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാനും അതുപോലെ തന്നെ ഗസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് തയ്യാറാക്കാനും നല്ലൊരു ഡിഷാണ്. അപ്പോൾ നമ്മുടെ കടായി ചിക്കൻ്റെ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ആദ്യം കാണുന്ന ഓപ്ഷൻ ഓൾ കൊടുത്താൽ ഈ ചാനലിലൂടെ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. മറ്റൊരു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.